ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ സാംസങ്ങിൻ്റെ ഒരു ലേറ്റസ്റ്റ് ന്യൂസാണ്. അതായത് നിങ്ങൾക്ക് അറിയിക്കും 1 UI 7 ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. 1 UI 7 ഇപ്പോൾ ആക്ച്വലി ലേറ്റ് ആവും. അതായത് S24ലും S23 സീരീസിലൊക്കെ വരുമ്പോൾ സാധനം ലേറ്റ് ആവും. ആദ്യം S24ലാണ് വരാൻ പോകുന്നത്, പക്ഷേ അത് ഓൾമോസ്റ്റ് മാർച്ച് ആവുമെന്നാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് വന്നേക്കുന്ന ന്യൂസ്. അതായത് സാംസങ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ലേറ്റ് ആയിരിക്കുന്നു. പക്ഷേ കറക്റ്റ് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നോർമലി ആക്ച്വലി സാംസങ് S24 സീരീസ് ഫെബ്രുവരി തന്നെ ലോഞ്ച് ചെയ്യാനായിരുന്നു പ്ലാൻ. പക്ഷേ അതിപ്പോൾ ഡിലേ ആയിട്ടുണ്ട്, അത് കൺഫേംഡ് ആണ്. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 1 UI 7 അപ്ഡേറ്റ് ഉണ്ടല്ലോ, അത് ആക്ച്വലി ഏതൊക്കെ ഫോണിനാണ് ഒരു ലാസ്റ്റ് അപ്ഡേറ്റ് ആവാൻ പോകുന്നത്. അതായത് ഈ അപ്ഡേറ്റോട് കൂടി ഈ പറയുന്ന സാംസങ് ഫോണുകളൊന്നും ഇനി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അതായത് ഇനി ഇപ്പോൾ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഫോണെന്നുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് കാണാൻ മറക്കണ്ട. എന്താ വെച്ചാൽ അത് ലാസ്റ്റ് മേജർ OS അപ്ഡേറ്റ് ആയിരിക്കും. റിഗാർഡ്ലെസ് ആയിട്ട് നമുക്ക് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് കിട്ടും, പക്ഷേ OS അപ്ഡേറ്റിൻ്റെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കി നോക്കാം. ഞാൻ ആക്ച്വലി ഇപ്പോൾ നമ്മുടെ DJI Action 4ലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ക്വാളിറ്റി എങ്ങനെയാണെന്ന് പറയട്ടെ. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഇൻഡോറാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഗാലക്സി S സീരീസിൽ പറയാം. S സീരീസിലെ ലാസ്റ്റ് അപ്ഡേറ്റ് ആകാൻ പോകുന്നത് നമ്മുടെ ഗാലക്സി S21 സീരീസിലേക്കാണ്. അതായത് S21, S21 പ്ലസ്, S21 അൾട്ര. ഇത് ആക്ച്വലി അവരുടെ മേജർ OS അപ്ഡേറ്റിൽ ലാസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ Z സീരീസിൽ നോക്കി കഴിഞ്ഞാൽ Z Flip 3യും Z Fold 3യും ആണ്. അപ്പോൾ അതിലും ലാസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും. A സീരീസ് നോക്കുകയാണെങ്കിൽ A14ഉം A14 5Gയും വരുന്നുണ്ട്. അതുപോലെ തന്നെ M14ഉം M14 5Gയും വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാം ആൻഡ്രോയിഡ് 15 ബേസ്ഡ് ആണ് നമ്മുടെ 1 UI 7 വരാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് കുറേ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നൗ ബാർ, എൻഹാൻസ്ഡ് AI കേപ്പബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ UI ഡിസൈൻസും ഐക്കൺ ഡിസൈൻസ് ഒക്കെ മാറിയിട്ടുണ്ട്. കസ്റ്റമൈസബിൾ ആയിട്ടുള്ള ക്വിക്ക് സെറ്റിംഗ്സ് വരുന്നുണ്ട്. ഇംപ്രൂവ്ഡ് ആനിമേഷൻസ് വരുന്നുണ്ട്. ഡൈനാമിക് ലോക്ക് സ്ക്രീൻ വിഡ്ജറ്റ് വരുന്നുണ്ട്. ന്യൂ ക്യാമറ ആപ്പ് ലേ ഔട്ടാണ്. അതുപോലെ തന്നെ ആപ്പ് ആർച്ചീവിംഗ് ഉണ്ട്. എക്സ്പാൻഡഡ് ഗസ്റ്റ് കൺട്രോൾസ് ഉണ്ട്. പ്രൈവറ്റ് സ്പേസ് ഫോർ എൻഹാൻസ്ഡ് പ്രൈവസി കൂടുതലാക്കിയിട്ടുണ്ട്, പ്രൈവറ്റിയും സെക്യൂരിറ്റിയും. അതുപോലെ തന്നെ സ്ട്രീം ലൈൻ നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ്സ്. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ ആൻഡ്രോയിഡിൽ നോക്കിക്കഴിഞ്ഞാൽ വൺ ഓഫ് ദ സേഫസ്റ്റ് ഒരു ബ്രാൻഡ്, ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡ് അല്ലെങ്കിൽ OS അല്ലെങ്കിൽ ഒരു UI ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് സാംസങ് തന്നെയാണ്. അതിൻ്റെ വീഡിയോ എന്തുകൊണ്ടാണ് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ. അപ്പോൾ കാണാത്തവർ പോയി കണ്ടുനോക്കുക. അപ്പോൾ ഇതുപോലെ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്ക് എൻഹാൻസ്ഡ് ബാറ്ററി മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. കസ്റ്റമൈസ് ഹോം സ്ക്രീൻ ലേഔട്ട് വരുന്നുണ്ട്. HDR ടോഗിൾ, സൂപ്പർ HDR ടോഗിൾ വരുന്നുണ്ട്. AI ഓഡിയോ റേസർ ഓപ്ഷൻ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ എന്താ പറയുക, iPhone 16 സീരീസിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നല്ലോ, ആ പരിപാടിയൊക്കെ നമുക്ക് ഇതിൽ വരുന്നത് നമ്മുടെ 1 UI 7 ബേസ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല അപ്ഡേറ്റ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ പറഞ്ഞ ബ്രാൻഡുകൾക്ക്, ഈ പറഞ്ഞ മോഡലുകളിലൊക്കെ നമുക്കത് ലാസ്റ്റ് അപ്ഡേറ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ S21 അൾട്ര യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ S25 അൾട്രയിലേക്ക് മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്. S21 അൾട്ര S21 അൾട്ര നിന്ന് അത്യാവശ്യം ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് S25 അൾട്രയ്ക്ക് വരുമ്പോൾ. പക്ഷേ നിങ്ങളൊരു S23 അൾട്ര പ്രത്യേകിച്ച് പോരാത്തതിന് നിങ്ങളൊരു പുതിയ S23 അൾട്ര യൂസർ ആണെങ്കിൽ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല മാറ്റാൻ. തീരെ വാല്യൂ ഫോർ മണി തരില്ല അങ്ങനെ മാറുമ്പോൾ. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം നോക്കിയാൽ മതിയിട്ടാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ടെക്കിലും ഫൈനാൻസിലും എക്സ്പീരിയൻസാണ് ക്വാളിഫൈഡ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് റിപ്ലൈ പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മൂന്നാമത്തെ ചാനൽ കാണാത്തവർ പോയി കണ്ടുപോകുക. അതാണ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, മനസ്സിലാക്കി നമുക്കൊന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ രണ്ട് മെയിൻ ചാനൽസും കാണാത്തവർ പോയി കണ്ടുപോകുക. അത് രണ്ടും ഫൈനാൻസാണ് മെയിനായിട്ട്. ഒരെണ്ണം നമ്മൾ ഫിനാൻസും ടെക്കും കോമ്പിനേഷൻ ഉണ്ട്, ഒരെണ്ണം ഫുള്ളി ഫിനാൻസാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അതുപോലെ നമ്മളുടെ നമ്മൾ എന്താ പറയുക, ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പേജ് ഫോളോ ചെയ്യാൻ മതി. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.